ഗൈസ് വെൽക്കം ബാക്ക് അഭിഷേകാണ്. സോ ഗൈസ് ഞാനെന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം മൊടോപ്പാറ സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള കാർ ആൻഡ് ബൈക്കിൻ്റെ ഷോറൂമിലാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഒരു കുറച്ച് വീഡിയോസ് ബാക്കിൽ നോക്കിയാൽ ഇവരുടെ ഷോറൂമിൽ ഞാനെടുത്ത വേറൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് കയറുകയും അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുകയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതേ ഷോറൂമിലാണ് ഞാനിതുള്ളത്, ട്രിവാൻഡ്രം മൊടോപ്പാറയുള്ള കാർ ആൻഡ് ബൈക്ക് കേട്ടോ. സോ ഈ ഷോറൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മഹേന്ദ്രയുടെ ഫസ്റ്റ് ചോയ്സിൻ്റെ മെയിൻ ഡീലർഷിപ്പാണ്, അതായത് മഹേന്ദ്രയുടെ ഡീലർഷിപ്പാണ് കേട്ടോ. പക്ഷേ ഇവിടെ മഹേന്ദ്രയുടെ വണ്ടികൾ മാത്രമല്ല, എല്ലാ കാർ ബ്രാൻഡുകളും ഇവിടെ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഒരുപാട് നല്ല നല്ല വണ്ടികൾ, ലോ കിലോമീറ്റേഴ്സോടെ വണ്ടികൾ, പുതിയ അതായത് ഷോറൂമിൽ നിന്ന് എടുത്ത് 2 ദിവസം ഉപയോഗിച്ച് വിൽക്കാൻ വരുന്ന വണ്ടികൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ പഴയ വീഡിയോ കയറി നോക്കി അറിയാം, അതിൽ വെറും 3000-4000 കിലോമീറ്ററോടെ വണ്ടികൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകും. വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് പേജും ഡിസ്ക്രിപ്ഷനിലാണ്. ജസ്റ്റ് ഒന്ന് കയറി പവർ ആകട്ടെ. നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്താൽ അവിടെ വണ്ടിക്കാര്യം മാത്രം. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്തിരുന്ന് കണ്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ബ്രോയാണ് എല്ലാം പരിചയപ്പെടുത്താറുണ്ട്. ബ്രോയുടെ പേര് ജയൻ എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ബ്രോ തന്നെയാണ് നമുക്ക് എല്ലാ വീഡിയോയിലും ഡീറ്റെയിൽ പറഞ്ഞു. ആദ്യം തന്നെ ബ്രോ നമുക്ക് ഷോറൂമിനെ പറ്റി പറഞ്ഞിട്ട് വീഡിയോയിലോട്ട് പോകാം. ഷോറൂം വരുന്നത് നമ്മുടെ ബാലരാടുത്ത് മൊടോപ്പാറ, അതായത് ബാലരാമപുരത്ത് നിന്ന് വരുമ്പോൾ മൊടോപ്പാറ സിഗ്നൽ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ 100 മീറ്റർ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഷോറൂം ഏകദേശം ഒരു കുറച്ച് അധികം വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. 2-3 വർഷമായി ഷോറൂം തുടങ്ങിയിട്ട്. ഓക്കെ, വണ്ടിക്ക് നമുക്ക് വരുന്നത് 2 വർഷം വാറണ്ടിയാണ് വണ്ടിക്ക് വരുന്നത്. 2 വർഷം ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് വരുന്നത്. 1 വർഷം റോഡ് സൈഡ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ വണ്ടിക്ക്. അതുപോലെ തന്നെ എല്ലാം അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അത്യാവശ്യം 2015 ശേഷമുള്ള വണ്ടി നമ്മൾ അധികം ഇവിടെ എടുക്കാറുള്ളൂ. 2 വർഷം വാറണ്ടി വെച്ചാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടികളിലോട്ട് പോകാം. ഓക്കെ, തുടങ്ങാം. നമുക്ക് ആദ്യം ഒരു 2022 മോഡൽ വാഗണർ കിടപ്പുണ്ട്. 7000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതല്ലേ? ഈ വണ്ടിയാണ്. ഓക്കെ, 2022 മോഡൽ വാഗണറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം നോയിസ് ക്യാൻസലേഷൻ ഇട്ടിട്ടില്ല. ഇട്ടാൽ നമ്മൾ പറയണത് മാത്രമേ കേൾക്കാൻ പറ്റൂ, ഒരു റിയാലിറ്റി ഫീൽ ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് നോയിസ് ക്യാൻസലേഷൻ ഇടാത്ത. അപ്പോൾ ബ്രോ 2022 മോഡൽ 7000 കിലോമീറ്റർ ഓടിയ വാഗണറാണ്. 7000 കിലോമീറ്റർ, 7000 ലോ കിലോമീറ്റർ ആണ് വണ്ടി. വെറും 7000 കിലോമീറ്റർ ഓടി. അതുപോലെ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ 4000 കിലോമീറ്റർ എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന പറയുമെന്ന്. അപ്പം അതിന്റെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാവോ? 4000 കിലോമീറ്റർ നമ്മൾ പരിചയപ്പെട്ട 2023 വണ്ടിയാണ്. അതായത് നല്ല വർഷം, അതായത് അത്യാവശ്യം ഇയർ ആയിട്ടില്ല വണ്ടി. നമ്മൾ കഴിഞ്ഞ വർഷമാണ് വീഡിയോ എടുത്തത്. അപ്പോൾ 1 വർഷം ആയിട്ടില്ലായിരുന്നു ആ സമയത്ത് ആ വണ്ടി നമുക്ക് സെയിൽ ആവുകയും ചെയ്തു. ഒരു 4000 കിലോമീറ്റർ ഓടിയ നമുക്ക് സെയിൽ ആവുകയും ചെയ്തു. അതാണ് ഗൈസ്, പെട്ടെന്ന് അതായത് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ എക്സ്ചേഞ്ച് അടിക്കുന്ന വണ്ടികളാണ് അവിടെ മിക്കതും. മഹേന്ദ്രയിൽ എക്സ്ചേഞ്ച് അടിക്കുന്ന വണ്ടികളുണ്ട്, കാർ ആൻഡ് ബൈക്കിൽ എക്സ്ചേഞ്ച് അടിക്കുന്ന വണ്ടികളുണ്ട്. അവിടെ ഒരു ഥാര കിടപ്പുണ്ട്, അതിൻ്റെയൊക്കെ കഥകളൊക്കെ പറഞ്ഞുതരാം. ഇത് 2022 വാഗണറാണ്. 7000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ. 2 ഇയർ വാറന്റി വരുന്നുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം ബ്രോ. വണ്ടി VXI വേരിയന്റ് ആണ് വരുന്നത്. VXI ആണ്. അത്യാവശ്യം ടയറും 7000 കിലോമീറ്റർ ഓടിയതിന്റെ ടയർ ഭാഗങ്ങളും ഉണ്ട്. 7000 കിലോമീറ്റർ ഓടിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്റീരിയറിലോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് വരണുണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ട് നോക്കാം. അകത്ത് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നീറ്റ് ഇന്റീരിയർ ആണ് കേട്ടോ. നീറ്റ് എന്ന് വെച്ചാൽ പക്കാ നീറ്റ് ഇന്റീരിയർ ആണ്. ഫുൾ സ്റ്റോക്ക് കണ്ടീഷനാണ്. സീറ്റ് കവറും എല്ലാം സ്റ്റോക്കാണ്. ബ്രോ ഇതിന്റെ സീറ്റ് കവർ സ്റ്റോക്ക് അല്ലേ? സീറ്റ് കവർ സ്റ്റോക്ക് ആണ്, എല്ലാം കമ്പനിയാണ്. കമ്പനി സീറ്റ് കവറാണ് കേട്ടോ. നല്ല ലെതർ ഫിനിഷോട് കൂടി പറഞ്ഞ ബാക്ക് സീറ്റ് ആയാലും ഫ്രണ്ട് സീറ്റ് ആയാലും അത്യാവശ്യം നല്ല സ്റ്റോക്കോടുകൂടി തന്നെ പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. ഫുൾ പക്ക നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ബ്രോ ഇതിന്റെ ഡീറ്റെയിൽ ഇത് വരുമ്പോൾ 2022 മോഡൽ 7000 കിലോമീറ്റർ. ഇത് റേറ്റ് വരുമ്പോൾ 590 വരും. വിത്ത് 2 ഇയർ വാറന്റിയാണ്. നമുക്ക് റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പം ലോണിന്റെ കാര്യം നമുക്ക് എന്തായാലും ആദ്യം തന്നെ പറയാം. ലോൺ എങ്ങനെയാണ്? നമുക്ക് ലോൺ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇവിടെ. എല്ലാ വണ്ടികൾക്കും ലോൺ ചെയ്യാൻ പറ്റും. ഇവിടെ മോഡൽ കൂടിയ വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അതായത് 2012 ശേഷമുള്ള വണ്ടികളാണ് കൂടുതൽ ഫിനാൻസിൽ ലോൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ നമ്മൾ 2015 ശേഷമുള്ള വണ്ടികൾ എടുക്കാറുള്ളൂ. അതുകൊണ്ട് വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടിക്കും ലോണും ചെയ്യാൻ പറ്റും. വണ്ടികളൊക്കെ എല്ലാ ചെക്കിങ് കഴിഞ്ഞിട്ടല്ലേ? എല്ലാ ചെക്കപ്പും കഴിഞ്ഞാണ് കിടക്കുന്ന വണ്ടികൾ. അപ്പം ലോൺ എങ്ങനെ നമുക്ക് നല്ല ഡൗൺ പേയ്മെന്റിലിട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 0 ഡൗൺ പേയ്മെന്റ് തന്നെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ലോണിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ലോൺ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫൈലായിരിക്കണം. പ്രൊഫൈൽ നല്ലതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒരു ലോൺ എടുത്തിട്ടുണ്ടോ അത് ഒരു മിച്ചമൊന്നും വരാതെ കംപ്ലീറ്റ് അടച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലാഗൊന്നും വരാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൊഫൈലായിരിക്കും. 0 ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് വണ്ടി ഇറക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ല നിങ്ങൾ ഇങ്ങനെ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിബിൽ സ്കോർ കുറയും. സിബിൽ സ്കോർ എപ്പോഴും കൂടിയിരിക്കണം. കൂടിയിരുന്നാൽ മാത്രമേ നമുക്ക്
ലോൺ 0 ഡൗൺ പേയ്മെൻറ്റിൽ അടുത്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ നല്ല പ്രൊഫൈലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ലോൺ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് ലോൺ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കസ്റ്റമർ ലോഞ്ചും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് വണ്ടിയൊക്കെ ഇവിടെ നിന്ന് തുണി പൊക്കി ലോഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഓരോരോ വണ്ടികളോട്ട് പോകാം. നമുക്ക് കൂടുതൽ സമയമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണിച്ച് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് 590 നമുക്ക് റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അടുത്ത വണ്ടി ഏതാണ്? നമുക്ക് 5000 കിലോമീറ്റർ സ്വിഫ്റ്റ് കിടപ്പുണ്ട്, VXi. 5000 കിലോമീറ്റർ ഓടിയത്. അത് 2024, ഒരു വർഷം ആയിട്ടില്ല വണ്ടി. ഒരു വർഷം ആയിട്ടില്ല, വെറും 5000 കിലോമീറ്റർ. കിളിക്കുഞ്ഞ് വണ്ടിയില്ലേ, നമ്മുടെ അരുൺ സ്പോക്കി പറയും പോലെ നല്ല കിളിക്കുഞ്ഞ് വണ്ടി. 2024 വണ്ടിയാണ് കേട്ടോ. വെറും 4000 കിലോമീറ്റർ ആണ്. 5000 കിലോമീറ്റർ ആണ്. 01 അല്ലേ? KL01 വണ്ടിയാണ് കേട്ടോ. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ബ്രോ? ഇത് 2024 വണ്ടിയാണ്, ഒരു വർഷം ആയിട്ടില്ല വണ്ടി. 5000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 5000 കിലോമീറ്റർ. അതെ, സ്റ്റോക്ക് കണ്ടീഷനാണ്, വേറെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇതിലുള്ള ഇൻഫോടൈൻമെന്റ് വരെ സ്റ്റോക്കാണ്. അതെ. അപ്പം ഇതിലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഇതിൽ കംപ്ലീറ്റ് ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. അതുപോലെ തന്നെ ഈ മോഡൽ ഇപ്പൊ ഇറങ്ങുന്നില്ല. സ്വിഫ്റ്റ് 3 സിലിണ്ടർ ആണ് ഇറങ്ങുന്നത്. ഇപ്പൊ ഇത് 4 സിലിണ്ടർ ആണ്. ഇത് 4 സിലിണ്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പം ഇതിന്റെ അകത്തോട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലെതർ ഫിനിഷ്ഡ് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സീറ്റൊക്കെ നല്ല ബക്കറ്റ് സീറ്റ് പോലെയാണ് കേട്ടോ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഒന്നും എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ല. അതുപോലെ 4 ഡോർ പവർ വിൻഡോ പറഞ്ഞുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് പറഞ്ഞുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെറ്റപ്പ് പറഞ്ഞുണ്ട്. പിന്നെ ഇൻഫോടൈൻമെന്റ് വരുന്നത് നോർമൽ സിസ്റ്റമാണ്, അല്ലാതെ ആൻഡ്രോയിഡ് സിസ്റ്റം അല്ല കേട്ടോ. അതാണ് ഇതിലുള്ള ആകെ പോരായ്മ. പിന്നെ അലോയും അല്ല. ഓക്കെ, ഇതിന് അലോയ് ഒക്കെ പറഞ്ഞെങ്കിൽ ഫുൾ ഓപ്ഷൻ വണ്ടി ZXi. സോ അടുത്ത വണ്ടി ഏതാണ് ബ്രോ? ഇതിന്റെ ഡീറ്റെയിൽ ഇത് വരുമ്പോൾ നമുക്ക് റേറ്റ് വരുമ്പോൾ 790 റേറ്റ് വരുന്നത്. 7,90,000 നെഗോഷ്യബിൾ അല്ലേ? റേറ്റ് നെഗോഷ്യബിൾ ആണ്. എല്ലാ വണ്ടി റേറ്റ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഹിസ്റ്ററി എല്ലാം ഉണ്ട്. നമ്മുടെ സർട്ടിഫിക്കേഷൻ അണ്ടർ വാറന്റിയാണ്, ഷോറൂം വാറന്റിയിലാണ്. ഷോറൂം വാറന്റി ഉണ്ട് ഇതിലിപ്പം. ഓക്കെ, ഒരു വർഷം ആയിട്ടില്ല വണ്ടി ഷോറൂം വാറന്റിയുള്ള വണ്ടിയാണ്. അതായത് പുതിയ വണ്ടി എടുത്തോണ്ട് പോണ പോലെ പോവാം. ഇതിന്റെ പുതിയ വണ്ടി എത്ര രൂപ വരുന്നുണ്ട്? പുതിയ വണ്ടി എനിക്ക് തോന്നുന്നു 8 രൂപയ്ക്ക് മുകളിൽ പുതിയ വണ്ടിയുടെ വില ഉണ്ട്. 8-9 രൂപയ്ക്ക് മുകളിൽ പുതിയ വണ്ടിയുടെ വില ഉണ്ട്. അപ്പം അതിനേക്കാളും നല്ല റേറ്റ് കുറഞ്ഞാണ് കൊടുക്കുന്നത്. ആക്ച്വലി എനിക്ക് റേറ്റ് നിങ്ങൾ തന്നെ ഒന്ന് പറയട്ടോ. റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത്, റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഇവർക്ക് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ വന്ന് നിങ്ങൾ റേറ്റ് സംസാരിച്ച് നെഗോഷ്യബിൾ ചെയ്ത് വണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വണ്ടി ഏതാണ് ബ്രോ? നമുക്ക് സോണറ്റ് ആണ്. നമ്മൾ ഇത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അത് 2017 മോഡൽ സ്വിഫ്റ്റ് ആണ്. 2017 മോഡലാണല്ലേ? ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർ ഡോക്ടറാണ്. ഓക്കെ. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2017 മോഡല്, 62,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്, LXi ആണ് വാറന്റി വരുന്നത്. 01 ആണോ? അതോ 01 അല്ല. ഓക്കെ. ഇത് 2017 മോഡൽ. ഓക്കെ, ഇത് വരുന്നത് 2017 മോഡലാണ്. ഇതിൽ എക്സ്ട്രാ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ പക്ക നീറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എടുത്തിട്ട് പണിയേണ്ട അവസ്ഥയാണ് കേട്ടോ. കാരണം സീറ്റ് കവറൊക്കെ പുതിയ അടിക്കേണ്ടി വരും. അതുപോലെ സ്റ്റിയറിംഗ് കവറൊക്കെ കൊള്ളാം. സ്റ്റിയറിംഗ് കവർ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇൻഫോടൈൻമെൻറ്റ് രണ്ടാമത് ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സിസ്റ്റം. അതുപോലെ ആ സീലിംഗും ഒക്കെ നിങ്ങൾ രണ്ടാമതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് വണ്ടി കൊടുക്കുമ്പോൾ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. എല്ലാ വണ്ടിയും അങ്ങനെ. അപ്പം ഇത് സെക്കൻഡ് ഓണർ ആണ്, 2017 മോഡലാണ്. കിലോമീറ്റർ എത്രയായി? 62,000 കിലോമീറ്റർ. ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നത്? 478 വരും. 478 ആണ്. 4,78,000 രൂപയാണ് ഈ ഒരു സ്വിഫ്റ്റിന്റെ റേറ്റ് വരുന്നത്. 2017 മോഡലാണ് കേട്ടോ. 68,000 കിലോമീറ്ററോടെ വണ്ടിയാണ്. KL01 അല്ല, ഇത് KL01 ആണ്. കിളിക്കുഞ്ഞ് വണ്ടിയാണ്. വെറും 5000 കിലോമീറ്റർ. ഓക്കെ, അടുത്ത നമ്മൾ കിയ സോണറ്റ് ആണല്ലേ? 2020 മോഡലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു സോണറ്റ് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. സെൽട്രോസ് ആണ്. ബ്ലൂ കളർ സെൽട്രോസ് ആയിരുന്നു. ഓക്കെ. അതൊരു നല്ല ക്രോം ഫിനിഷ് ഒക്കെ ചെയ്തൊരു വണ്ടിയായിരുന്നു. അപ്പം ഇതിന്റെ മോഡൽ എങ്ങനെയാണ്? ഇത് 2020 മോഡലാണ്. 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 38,000 കിലോമീറ്റർ 2020 ആണ്. 20 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 5 വർഷമായി. 4 വർഷം കഴിഞ്ഞു. ഓക്കെ. ഇതിന് അലോയ് വീലും കാര്യങ്ങളൊക്കെ വരണോണ്ട് കേട്ടോ. ബാക്കി സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിൽ. സെക്കൻഡ് ഓണർ ആണ്, സോറി, സിംഗിൾ ഓണർ അല്ല കേട്ടോ, സെക്കൻഡ് ഓണർ ആണ്. 38,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 01 ആണോ? അല്ല, KL19 പാറശാല വണ്ടിയാണ് കേട്ടോ. അതായത് ട്രിവാൻഡ്രം ആണ്, പാറശാല വണ്ടിയാണ്. അപ്പം ഇതിന്റെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. ഇതിന്റെ ഇന്റീരിയർ ആണ്. ഇതൊക്കെ സീറ്റ് വർക്ക് എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇതിന്റെ ഇന്റീരിയർ അറിയാലോ, കിയയുടെ വണ്ടികൾ എപ്പോഴും ഒരു പ്രീമിയം ഇന്റീരിയർ ആയിരിക്കും. പിന്നെ ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഫുൾ ഓപ്ഷൻ തൊട്ട് HTK+ എന്ന് പറയും. ഫുൾ ഓപ്ഷൻ
പുഷ് ബട്ടൺ വരും. ഓക്കെ, ഇത് നോർമൽ കീ സ്റ്റാർട്ടാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ സൺറൂഫും പുഷ് ബട്ടണാണ് വരുന്നത്. ഇതിൻ്റെ മീറ്റർ കൺസോളൊക്കെ അത്യാവശ്യം നല്ല മീറ്റർ കൺസോളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് കവറുണ്ട്. ആ സീറ്റ് കവറൊക്കെ എക്സ്ട്രാ ചെയ്താണ്. നല്ല കിഡിലൻ ലെതർ ഫിനിഷ് ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പ്രീമിയം ലെതർ ആണെന്ന് തോന്നുന്നു യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ചാരിയിരിക്കാൻ പറ്റിയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഹാൻഡ് റെസ്റ്റും ആം റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നോർമൽ ഡ്രം വീലാണ് ഇതിൽ വരുന്നത്. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ അലോയ് വീലൂടെ വരും, സൺറൂഫ് വരും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ ലെതർ ഫിനിഷ്ഡ് സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ബ്രോ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ബ്രോ? ഇത് 2020 മോഡലാണ്. ഫുൾ ഓപ്ഷൻ തൊട്ടത് HTK+ ആണ്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? റേറ്റ് വരുമ്പോൾ 7.5 വരും. 7.5 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. ഇതിന്റെ പുതിയ വണ്ടിക്ക് 13 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. 13 രൂപയ്ക്ക് മേളിൽ. കിയയുടെ സർവീസ് ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇവിടെ തന്നെ 2-3 ഷോറൂം ഉണ്ട്. അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് കിയയുടെ സർവീസ് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ വെള്ളായണിൽ പുതിയ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ സർവീസ് ഉണ്ട്. അതെ. അപ്പം നമുക്കിനി അടുത്ത വണ്ടി ഏതാണ്? അടുത്ത വരുമ്പോൾ ബലേനോ ഡീസൽ. ബലേനോ ഡീസൽ ആണ്. അതെ. അത്യാവശ്യം മാർക്കറ്റ് എല്ലാവരും ചോദിച്ചു വരുന്ന സെഗ്മെന്റ് ആണ് ബലേനോ ഡീസൽ. കാരണം ബലേനോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഡീസലൂടെ ആകുമ്പം ബലേനോ അറിയാലോ, ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. കാരണം എന്നും എടുക്കുന്ന വണ്ടിയും ഡീസലിന് വേറെ കുഴപ്പമൊന്നും വരില്ല. പെട്രോൾ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നും എടുക്കാത്തവരാണ് പെട്രോൾ വണ്ടിയിലോട്ട് മാറുന്നത്. ഇത് ഡീസൽ ആണെന്നുണ്ടെങ്കിൽ എന്നും എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? ഇത് 2019 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഇപ്പോൾ ഡീസലാണ്. 65,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഡെൽറ്റ വേരിയന്റ് ആണ് വണ്ടി. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. 65,000 കിലോമീറ്റർ ആണ്. 2019 അല്ലേ? 19 മോഡൽ. അപ്പോൾ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പം ഇവിടുത്തെ വാറന്റി ഈ വണ്ടിക്ക് ഉണ്ടോ? 2 വർഷം. ഇതിന് എഞ്ചിൻ, ഗിയർ ബോക്സ്, ഇലക്ട്രിക്കൽ പാർട്സിന് എല്ലാം 2 വർഷം റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. ഓക്കെ, അത് ഇവിടുത്തെ വാറന്റി. ഷോറൂം വാറന്റി കഴിഞ്ഞു. ഓക്കെ, സുസുക്കിയുടെ വണ്ടിയാണ് ഇതൊക്കെ. നമുക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ രണ്ടാമത് ചെയ്തതാണ് സീറ്റ് കവറൊക്കെ. വണ്ടിയിലും വരുന്ന സീറ്റ് കവറാണത്. ഓ, ഇത് ഷോറൂമിലും ചെയ്യുന്നതാണ്. ഓക്കെ. ഇതിൽ ബെലീനോ എന്നൊക്കെ എംബ്ലം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഷോറൂമിൽ ചെയ്യുന്ന സീറ്റ് കവറാണ് കേട്ടോ. അപ്പം സീറ്റും കവറൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഒരു 5 വർഷം പഴക്കമുള്ള വണ്ടിയുടെ ഇന്റീരിയർ അല്ല ഇത്. അത്യാവശ്യം നല്ല നീറ്റായിട്ട് പുള്ളിക്കാരൻ കൊണ്ടുവരുന്നുണ്ട്. കിലോമീറ്റർ എത്രയായിരുന്നു? 65,000 കിലോമീറ്റർ ആണ് കേട്ടോ. ഇത് ഇതിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ആയാലും സ്റ്റിയറിംഗ് കൺട്രോൾസ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് അലോയ് വീലല്ലോ വരുന്നത്? അലോയ് വീലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ അലോയ് വീലാണ് കേട്ടോ വരുന്നത്. ഇത് അലോയ് വീലാണ്. അപ്പോൾ ഇതിൽ ബാക്കിൽ നല്ലൊരു കിട്ടുന്ന സ്പോയിലർ പറഞ്ഞുകൊണ്ട് ബെലീനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പെട്രോൾ വണ്ടികൾ എല്ലാം കാണുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഒരു ഡീസൽ വണ്ടിയാണ്. ഓക്കെ, ഇതിന്റെ ഒരു റീൽ നമുക്ക് സെപ്പറേറ്റ് എന്തായാലും ചെയ്യാം. കാരണം ഈ വണ്ടികളൊക്കെ എനിക്കോട് മാർക്കറ്റുള്ള വണ്ടികളാണ്. ഓക്കെ. അപ്പം ഇത് ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണ് ഓഫ് കോഴ്സ്. അപ്പം ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് റീലായിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ കാർ ആൻഡ് ബൈക്കിൻ്റെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം കോൺടാക്ട് നമ്പർ ഞാൻ എന്തായാലും ഈ ബ്രോയുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. അപ്പോൾ അത്യാവശ്യക്കാരോ ആവശ്യക്കാരോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കാം കേട്ടോ. ഇവിടുത്തെ എല്ലാ വണ്ടി ടെസ്റ്റ് റൈഡ് ഉണ്ടല്ലോ. ഒരു പുതിയ ഷോറൂമിലുള്ളതുപോലെ എല്ലാം ഓക്കെ. അതുപോലെ വണ്ടികളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് വണ്ടികളൊക്കെ എന്നും ക്ലീൻ ചെയ്തു. ഓക്കെ. അപ്പം ഇത് i10 ആണെന്ന് തോന്നുന്നു. ഗ്രാൻഡ് ഐട്ടൺ ഹ്യുണ്ടായി ഗ്രാൻഡ് ഐട്ടൺ ആണ്. സ്പോർട്സ് ആണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു i20 സ്പോർട്സ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ബ്രോ? ഇത് 2019 മോഡലാണ്. സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത്. ഇപ്പം നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. 61,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സ്പോർട്സ് വേരിയന്റ് ആണ്. 1.2 ആണ്. 1.2 ലിറ്റർ എഞ്ചിനാണ് കേട്ടോ. ഇത് നോർമൽ ഡ്രം വീലാണ്. ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ആസ്ത. ഓക്കെ, ഇത് 69,000 കിലോമീറ്റർ. 61,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 2019 മോഡൽ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ഗൈസ് സ്റ്റോക്ക് സീറ്റ് കവർ ആണല്ലേ ഇത്? 2019 ഇറങ്ങിയ സ്റ്റോക്ക് സീറ്റ് കവർ ആണ്. ഇത് ലെതറും നമ്മുടെ ക്ലോത്തും കൂടെ പറഞ്ഞ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പം നോക്കുവാണെങ്കിൽ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം സ്റ്റോക്ക് ആയിട്ട് പറഞ്ഞ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് ഓവർ സ്റ്റിയറിംഗ് കൺട്രോൾസ് അല്ല, നോർമൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിലും സ്റ്റോക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. നീറ്റായിട്ടുള്ള സീറ്റ് കവർ ആണ് കേട്ടോ. പക്ഷേ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ സീറ്റ് കവർ മാറ്റി വേറെ അടിക്കുക കേട്ടോ. അപ്പോൾ ബ്രോ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് വരുമ്പോൾ നമുക്ക് 490 ആണ് റേറ്റ് വരുന്നത്. 4,90,000. 2 വർഷം വാറണ്ടി കിട്ടും. നെഗോഷ്യബിൾ ആണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, വാറന്റി ഉണ്ട്, EMI ഉണ്ട് കേട്ടോ. ഷോപ്പ് വാറന്റിയാണ് കൊടുക്കുന്നത്. നിലവിൽ ഇതിന്റെ ഷോറൂം വാറന്റി കഴിഞ്ഞിട്ടുണ്ട്. ഹ്യുണ്ടായുടെ വാറന്റി തീർത്തിട്ടുണ്ട്. നമ്മൾ മഹേന്ദ്രയുടെ വാറന്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത് കിടക്കുന്നത് റെനോൾട്ടിന്റെ ആണ് കേട്ടോ. ഡ്രൈവർ ആണ്. ഓക്കെ. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ. ലോ ബഡ്ജറ്റ് 7 സീറ്റർ ആണ്. അത്യാവശ്യം 2020 മോഡലാണ്. 2020 മോഡലാണ്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 84,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 84,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഒറ്റ കൈക്ക് 84,000 കിലോമീറ്റർ ഓടി ഉണ്ട്. നീറ്റാണ്.
സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. 2018 അല്ലേ? 2020 മോഡൽ. 2020 വാറന്റി കഴിയാറായി. വാറന്റി കഴിഞ്ഞു. 3 വർഷം വാറന്റി ഉള്ളൂ റെനോൾട്ടിന്റെ വാറന്റി. റെനോൾട്ടിന് 3 വർഷം ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ വാറന്റി ഉണ്ടല്ലോ, EMI കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്റീരിയർ നോക്കാം. സ്റ്റോക്ക് സീറ്റ് കവർ ആണ് കേട്ടോ. അത് മാത്രമല്ല ഞാൻ പറഞ്ഞ തന്നെ നീറ്റ് സീറ്റ് കവർ ആണ്, അതായത് കമ്പനി സീറ്റ് കവർ ആണ് അല്ലേ ബ്രോ? ഇത് അതെ, കമ്പനി സീറ്റ് കവർ, റെനോൾട്ടിന്റെ സീറ്റ് കവർ ആണ്. 84,163 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതുപോലെ കിലോമീറ്ററും അതായത് മൈലേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒന്നും അല്ലല്ലോ, നോർമൽ അല്ലേ? നോർമൽ സ്റ്റാർട്ട് ആണ്. അപ്പം സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊന്നും വരുന്നില്ല, നോർമലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻഫോടൈൻമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഷോറൂമിൽ ഇറങ്ങിയ അതേ സെയിം ഇൻഫോടൈൻമെൻ്റ് ആണ്. ബാക്കിലോട്ട് നോക്കുവാണെങ്കിലും സീറ്റ് കവറൊക്കെ അത്യാവശ്യം നീറ്റ് സീറ്റ് കവർ തന്നെയാണ്. ബാക്കിലത്തെ ചൈൽഡ് സീറ്റ് എപ്പോഴും ചൈൽഡ് സീറ്റ് എന്നാണ് പറയുന്നത്. അത് 2 കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. അപ്പം അതായാലും പക്ക നീറ്റാണ്, ഇത് പക്ക നീറ്റാണ് കേട്ടോ. അതുപോലെ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഗ് സ്പേസ് കുറവായിരിക്കും, കാരണം ഒരു ബഡ്ജറ്റ് 7 സീറ്റർ ആയതുകൊണ്ട് ഓവറായിട്ട് നീളം വരില്ല. അതുകൊണ്ട് തന്നെ ലെഗ് സ്പേസ് കുറവായിരിക്കും. ബ്രോ ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ബ്രോ? റേറ്റ് ഉൾപ്പെടെ 5,45,000 ബഡ്ജറ്റ് 7 സീറ്റർ. ഇതിന് പുതിയ റേറ്റ് എങ്ങനെ വരുന്നുണ്ട്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം 2020 മോഡലാണ്, 84,000 കിലോമീറ്റർ ഓടിയുണ്ട്. അപ്പം അടുത്ത വണ്ടിയാണ് ഇയോൺ അല്ലേ? ഇയോൺ. ഓക്കെ, 2 ഇയോൺ കിടപ്പുണ്ട്. 2 ഒരുമിച്ച് അങ്ങ് പറഞ്ഞു ബ്രോ. നമുക്ക് ഇത് 2015 മോഡൽ 36,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. KL03 ആണ്. KL03 പത്തനംതിട്ട വണ്ടിയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2018 മോഡൽ 72,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 2018 72,000 കിലോമീറ്റർ. ഒരു റെഡും വൈറ്റും ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ബ്രോ? ഓ, വണ്ടി വന്ന് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്, ഇനി റേറ്റ് ഇടണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ്? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത് ബാക്കി കിടക്കുന്നതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ പറഞ്ഞ വണ്ടികളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരുവിധം നീറ്റായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവർക്ക് DM ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഇവർക്ക് DM ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ വണ്ടിക്കാരി മാത്രമാണ്. ഇതുപോലെ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. ഓൾട്ടോ കിടപ്പുണ്ട്, കിഡ് കിടപ്പുണ്ട്, റെഡിഗോ കിടപ്പുണ്ട്, അവിടെ ഒരു ഇയോൺ കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം ഇതിൽ ഞാൻ ഥാർ എന്തായാലും ഈ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ കിഡ് കിടപ്പുണ്ട്, ഓൾട്ടോ പഴയ മോഡൽ ഓൾട്ടോ കിടപ്പുണ്ട്, അവിടെ ഒരു i20 വാഷ് ചെയ്ത ട്രിപ്പുണ്ട്. അപ്പം ഒരുപാടുണ്ട്. ഇത് ഷോറൂം എന്നുണ്ടെങ്കിൽ കാർ ആൻഡ് ബൈക്ക് ഷോറൂമാണ് കേട്ടോ. സോ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഥാറിൻ്റെ വീഡിയോ കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യുക. ഗൈസ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഥാറുണ്ടല്ലോ, ഇത് നമ്മുടെ ട്രിവാൻഡ്രം വണ്ടിയാണ് കേട്ടോ. അതായത് 74 കാട്ടാക്കട വണ്ടിയാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറും 6,000 കിലോമീറ്റർ ഓടിയ കഴിഞ്ഞ വർഷം 2024 ഇറങ്ങിയ 6,000 കിലോമീറ്റർ ഓടിയ ഥാറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വീൽ ഡ്രൈവ് ആണ്, അതായത് 2x4 വണ്ടിയാണ്. എടുക്കുക പൊളിക്കുക, ഡീസൽ വണ്ടിയാണ്. 2x4 ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 20-നകത്തൊക്കെ മൈലേജ് കിട്ടും. അപ്പം ഒരു 16-20 അതിനകത്തൊക്കെ മൈലേജ് കിട്ടും. സോ ഡെയിലി യൂസേജിന് ഥാർ നോക്കുന്നവരുണ്ടെങ്കിൽ വന്നെടുത്തോ. കിടിലം വണ്ടിയാണ് കേട്ടോ. കിടിലം വണ്ടി ഇന്റീരിയർ എക്സ്റ്റീരിയർ ആയാലും പക്ക നീറ്റ് വണ്ടിയാണ്. സോ ഈ ഒരു വണ്ടികളൊക്കെ നമ്മൾ ട്രിവാൻഡ്രം മുടവർപ്പാറയുള്ള നമ്മുടെ കാർ ആൻഡ് ബൈക്കിലാണ്, മഹീന്ദ്രയുടെ ഫസ്റ്റ് ചോയ്സിലാണ്. സോ എടുക്കുക പൊളിക്കുക.